മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് ഞങ്ങൾ മതനിരപേക്ഷമാണ് എന്ന് അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. മതനിരപേക്ഷത സംരക്ഷിക്കാനാകണമെങ്കിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കാൻ കഴിയണം. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മാത്രമേ, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. സർ, ഇവിടെ അദ്ദേഹം RSS ഉയർത്തിയ ഒരു ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു. സർ, അത് പണ്ട് ഒരു കടത്തുവഞ്ചി ഉള്ള സ്ഥലത്ത് ഈ രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ഒരാൾ കാശ് വാങ്ങാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരാളുമായിട്ട് വർത്തമാനം പറഞ്ഞ് അപ്പോൾ ഈ കാലില്ലാത്ത ഇയാൾ പറയാണ്, ഒരു ചവിട്ട് വെച്ചാൽ നല്ലല്ലോ. ആ ഗണത്തിൽപ്പെട്ടതാണത്. അത്തരം ഒരു ഭീഷണി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭീഷണിയൊന്നും ആരും വകവെക്കുന്ന കാര്യമല്ല. പിന്നെ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന വിടുവായന്മാർ നമ്മുടെ നാട്ടിൽ കുറയും. ആ വിടുവായത്വത്തിനൊക്കെ ഭയന്നു പോകുന്ന ആരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്? ഇവിടെ അദ്ദേഹം പ്രതിപക്ഷത്തെ ഉപദേശിക്കുന്നതായിട്ട് കേട്ടു. സർ, അദ്ദേഹം ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഈ ചില കാര്യങ്ങളിലെല്ലാം ഇവർ ഒന്നിച്ചാണ്. ഇപ്പോൾ കുമ്മനം രാജശേഖരനും VM സുധീറിനുമെല്ലാം ഒരേ സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരേ വാചകങ്ങൾ തന്നെയാണല്ലോ വരുന്നത്, ഒരേ ആശയമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. സർ, എങ്ങനെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? ഈ കേരളത്തിലെ ഏതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ഏതെല്ലാം സഹകരണ സ്ഥാപനങ്ങളിൽ BJPയും UDFും യോജിച്ച് നിൽക്കുന്നുണ്ട്? സർ, എങ്ങനെയാണ് യോജിച്ച് നിൽക്കാൻ കഴിയുന്നത്? അപ്പോൾ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ തങ്ങൾ എതിർക്കേണ്ടതിനെ എതിർക്കാതെ അതിന് പരോക്ഷമായ പ്രോത്സാഹനം നൽകുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. സർ, എന്നാൽ മംഗലാപുരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, മംഗലാപുരത്ത് ജനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഭീഷണി നേരിടുന്നതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. സർ, അദ്ദേഹം മുസോളിനിയുടെ കാര്യം പറയുകയുണ്ടായി. മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രൂപമാണ് RSS സ്വീകരിച്ചിരിക്കുന്നത്. RSSൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ഡോക്ടർ മുഞ്ചെ ഇറ്റലിയിൽ പോയി ഫാസിസ്റ്റ് സംഘടനാ രൂപം സ്വായത്തമാക്കിയിട്ടുണ്ട്. മുസോളിനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുസോളിനിയുടെ അന്നത്തെ ഫാസിസ്റ്റ് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതിലാവേശം പൂണ്ട് ആ പരിശീലന രീതിയാണ് ഇവിടെ RSSകാർക്ക് അതിനുശേഷം RSS നടപ്പാക്കി വരുന്നത്. സർ, ഇവിടെ ഒരു സ്ഥലത്തും കാലുകുത്താൻ അനുവദിക്കില്ല എന്നതൊക്കെ ഈ പറഞ്ഞ തരത്തിലുള്ള വീൺവാക്കുകളായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. അതൊന്നും ആരും ഈ നാട്ടിൽ വിലമതിക്കുന്നതല്ല. ശ്രീ AM ഷംസീർ. സർ, RSS കൂടുതൽ തീവ്രമായ രീതിയിൽ കേരളത്തിൻ്റെ ക്രമസമാധാനം തകർക്കാൻ ബോധപൂർവ്വം അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ RSS CPIM-നെ മാത്രമായിരുന്നു ആക്രമിച്ചതെങ്കിൽ, DYFI പ്രവർത്തകന്മാരായിരുന്നു കൊല്ലപ്പെട്ടതെങ്കിൽ, ഇപ്പോൾ അവർ ദളിതുകൾക്ക് നേരെയും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേമത്തെ കല്ലിയൂരിൽ ഒരു ഹോം ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ഒരു ദളിത് ലേഡിയെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കാൻ അവർ മുന്നോട്ട് വന്നത്. ആ കേസിൻ്റെ ഇപ്പോഴത്തെ നിലയെന്താണ്? അതുപോലെ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്നു RSS. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിക്ക് 100 മീറ്റർ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ബോംബെറിയുന്നു. MA ബേബി പ്രസംഗിക്കേണ്ട വേദിയുടെ തലേന്നാൾ ആ പൊതുയോഗത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് ബോംബെറിയുന്നു. ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിന് ശേഷവും RSS തലശ്ശേരി മേഖലയിൽ ബോധപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയാണ്. അത് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? ഇത്തരം നടപടികൾ നിയന്ത്രിക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? അതുമാത്രമല്ല, വിടുവായത്വം നടത്തുന്ന ഇത്തരം നേതാക്കന്മാർ യഥാർത്ഥത്തിൽ അവർ ഭീരുക്കളാണ് വിടുവായത്വം നടത്തുക. ഈ RSS പലപ്പോഴും കേസിനെ പേടിക്കുന്നവരുമാണ്. അപ്പോൾ ഇത്തരം വിടുവായന്മാരെ നിയന്ത്രിക്കാൻ കർശനമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമോ? നമ്മുടെ മുന്നിൽ തന്നെ പ്രീസിഡന്റ് ഉണ്ട്. ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഉത്തരവാദപ്പെട്ട ഒരു മുതിർന്ന പൊതുപ്രവർത്തകനെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നേതാവ് പ്രകോപനപരമായി ഞങ്ങൾ കൊന്നിട്ടുണ്ട്, ഞങ്ങൾ ഇനിയും കൊല്ലും എന്ന രീതിയിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്.
അതിനൊക്കെതിരെ സർക്കാർ എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? RSSന്റെ ഈ ആയുധ പരിശീലനവും RSSന്റെ അക്രമോത്സുകമായ പ്രവർത്തനത്തെയും നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുമോ? സർ, ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു അധ്യാപികയായ ദളിത് സ്ത്രീക്ക് നേരെ നടന്ന ആക്രമണം അതിക്രൂരമായ ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് കർക്കശമായ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ CPIM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്ന വേദിക്കരികെ ബോംബെറിഞ്ഞുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചു എന്നത് ശരിയാണ്. അതിനെതിരെയും ആവശ്യമായ അന്വേഷണവും നടപടികളും തുടരുന്നുണ്ട്. സമാധാന സംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, സമാധാന സംഭാഷണത്തിന് ശേഷം ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൂട്ടായി എല്ലാവരും കൂടി ചെന്ന് ആ അക്രമ സംഭവത്തെ അപലപിക്കണമെന്ന്, അവിടെ എത്തിച്ചേരുന്നത് തന്നെ അപലപിക്കുന്നതിന് തുല്യമായി മാറും. അപ്പോൾ കൂട്ടായൊരു ശ്രമം അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണമെന്ന് തന്നെയാണ് സമാധാന സംഭാഷണത്തിൻ്റെ തീരുമാനം. സർ, അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദളിത് വിഭാഗത്തിന് നേരെ വ്യാപകമായ ആക്രമണം സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതാണ് അതിലേറ്റവും ക്രൂരമായ സംഭവമാണ് ഗുജറാത്തിലെ ഉനയിലുണ്ടായ സംഭവം. നിങ്ങൾ പശുവിൻ്റെ തോലുരിയേണ്ടവരാണ്, ഞങ്ങളുടെ കക്കൂസ് കഴുകേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാക്കളെ, 4 യുവാക്കളെ, ദളിത് യുവാക്കളെ കാറിൽ അവരുടെ ഉടുവസ്ത്രമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പൂർണ്ണ നഗ്നരാക്കി കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഇത്തരത്തിലുള്ള സംസ്കാരം RSS കേരളത്തിലേക്കും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആ പാവപ്പെട്ട സഹോദരിയുടെ ഫോണടക്കം ചവിട്ടി ഉരക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുന്ന നില ഉണ്ടാവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നിയമപരമായി ചെയ്യാൻ കഴിയുക എന്നത് പരിശോധിക്കുന്നുണ്ട്. ശ്രീ ജോൺ ഫെർണാണ്ടസ്. സർ, RSSന്റെ പ്രാദേശിക നേതാവിനെ കൊലപ്പെടുത്തിയിട്ട് അത് CPM നിർവഹിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമാണ് വിഷ്ണു പൊളിച്ചത്. സർ, ഇതുപോലെ തന്നെ മതം മാറി എന്ന പേരിൽ RSSകാർ ഒരു ചെറുപ്പക്കാരനെ, അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ഫൈസലി, അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുണ്ടായി. സർ, കേരളത്തിൽ ഇത്തരത്തിൽ നിരവധിയായ ആക്രമണങ്ങൾ നടത്തി കേരളത്തെ സംഘർഷഭൂമിയാക്കി മാറ്റാനാണ് RSS ശ്രമം. എന്നിട്ട് RSS BJP നേതൃത്വം കേരളത്തിൽ വന്ന് കേരളത്തിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു, അത് അന്വേഷിക്കാൻ വേണ്ടി സംഘം വരുന്നു. ആ സംഘത്തലവൻ തന്നെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, കേരളത്തിന് വെളിയിൽ പോയും പ്രസംഗിക്കുന്നു. കേരളത്തിലെ ആർക്കെങ്കിലും, ഞങ്ങളുടെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിന് വെളിയിൽ ഒരാളെയും ഇറക്കി നടത്താൻ അനുവദിക്കില്ല, CPM നേതാക്കന്മാർ ആരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. സാർ, ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണിയുടെ അഭിപ്രായ പ്രകടനം. അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു, കോൺഗ്രസിനകത്ത് പകൽ കോൺഗ്രസ്സുകാരും രാത്രി RSSുമായി നടക്കുന്ന ആളുകളുണ്ട്, അത്തരത്തിലുള്ള ആളുകൾ കോൺഗ്രസിൽ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. സാർ, ഇന്നത്തെ ഈ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ കണ്ടാൽ അത്തരത്തിൽ പകൽ കോൺഗ്രസും രാത്രി RSSുമായി നടക്കുന്ന നേതാക്കന്മാർ ചിലർ ഇപ്പോൾ RSSന് വേണ്ടി ഈ കേരളത്തിൽ വക്കാൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് എന്തെങ്കിലും അറിവുണ്ടോ? സർ, നമ്മുടെ രാജ്യത്ത് അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉയർന്നു വരുന്നതിൽ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് ബഹുമാന്യനായ ആന്റണി സംസാരിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ തകർക്കാനും മതനിരപേക്ഷത ഇല്ലാതാക്കാനുമുള്ള, അതോടൊപ്പം ഫെഡറൽ തത്വങ്ങളാകെ ലംഘിക്കാനുമുള്ള നീക്കങ്ങളാണ് RSSൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ BJPയെയും RSSനെയും പരോക്ഷമായി സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് AK ആന്റണിയുടെ പ്രസംഗം. അതിനകത്ത് പകൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.
പക്ഷേ ഇത്രയും വലിയൊരു വിമർശനം പരസ്യമായി ഉന്നയിക്കപ്പെട്ടിട്ടും അതിനനുസൃതമായ ഒരു തിരുത്തൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് നമ്മുടെ അനുഭവത്തിൽ കാണാനില്ല. വീണ്ടും RSSുമായി സമരസപ്പെട്ടു പോകാനുള്ള, വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്ന്, പലരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സർ, ഇവിടെ വർഗീയ നിലപാട് RSS മാത്രമല്ല സ്വീകരിക്കുന്നത്. RSS വർഗീയ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായുള്ള ചില നിലപാടുകളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അത് ഏത് വർഗീയതയായാലും ആ വർഗീയതയെയും വർഗീയതയുടെ ഭാഗമായുള്ള കൊലയെയും ശക്തമായി നേരിടുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. ശ്രീ വി അബ്ദുറഹ്മാൻ. സർ, മലപ്പുറം ജില്ലയിൽ വളരെ സമാധാനപൂർവമായിട്ടുള്ള ഒരു ജനജീവിതമാണ്. RSSൻ്റെ ക്രൂരമായ പീഡനത്തിൽ മരണപ്പെട്ട യാസർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കൊടിഞ്ഞിയിലുണ്ടായ ഫൈസൽ വധം തുടങ്ങിയ കാര്യങ്ങളിൽ കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇന്ന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ. അതോടൊപ്പം തന്നെ അതിൻ്റെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ള പ്രതികൾക്ക് ജാമ്യം കൊടുത്ത ഒരു അവസ്ഥ ഇന്ന് കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവം വീണ്ടും ഇവരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും നയിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നീങ്ങുന്നു. സർ, ഇതിന് അടിയന്തരമായി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്? ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് സർ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നത്. അത്തരത്തിൽ ശക്തമായ ബോധവൽക്കരണം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർ, അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. ജാമ്യം നൽകുന്നത് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അത് പ്രത്യേകം പരിശോധിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ജാമ്യം കിട്ടാനിടയായത് എന്ന് വിലയിരുത്താൻ കഴിയും. ഏതായാലും ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് സംസ്ഥാനം സ്വീകരിച്ചു പോകുന്നത്. ശ്രീ പി സി ജോർജ്. സർ, നമ്മുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ, വർഗീയ ഫാസിസ്റ്റർക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നടപടികളെ ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. സർ, അത് ആലോചിക്കും. പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം തോന്നിയ കാര്യമാണ്, മറ്റൊരു സംസ്ഥാനത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്നാൽ എന്തോ തിന്നുകളയും എന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ നടത്തിയത് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി, ഒരു സംശയം വേണ്ട. പക്ഷെ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ചെല്ലുകയും ആ പ്രസംഗം മുഴുവൻ ഞാൻ കണ്ടു. ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നി. ഞാൻ ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. സർ, എനിക്ക് വേറൊരു കാര്യം പറയാം. ഇവിടെ രണ്ട് കാര്യം സൂചിപ്പിക്കണം സർ, ക്ഷമിക്കണം സമയങ്ങളെന്ന്. എനിക്ക് മുമ്പ് ചോദിച്ച പ്രിയങ്കരായ MLA-മാരുടെ ചോദ്യങ്ങൾ അത് മുഴുവൻ കൊലപാതകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങയുടെ കാലത്ത് ഇതുപോലുള്ള കൊലപാതകം കേരളത്തിൽ നടക്കാമോ? ആരുമാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലുകയോ ലീഗുകാരൻ കൊല്ലുകയോ RSSകാരൻ കൊല്ലുകയോ എന്നുള്ളതല്ല, മനുഷ്യ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷത്തുള്ളവർ ഉപയോഗിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? വളരെ ശക്തമായ ഒരു ആലോചന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. സർ, രണ്ട്, ഇവിടെ ഇടതുപക്ഷ മുന്നണിയും UDF-ഉം BJP-യും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക. സർ, ഇന്ന് അരിവില 47 രൂപയാണ്. ചോദിക്കാൻ ആളുണ്ടോ? എൻ്റെ ചോദ്യം, 96-ലെ ഭരണാധികാരിയായിരുന്ന പിണറായി വിജയൻ എവിടെ പോയി? എനിക്കറിയില്ല. 96-ലെ ഭരണാധികാരിയായ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴെങ്കിൽ ഈ കേരളത്തിലെ മതേതരത്വത്തിന് വേണ്ടി ശക്തമായി ഇടപെടാൻ കഴിയും. എന്തുകൊണ്ട് ഈ ഇനം പ്രചരണങ്ങളിൽ നിന്നും മാറി ഭരണപരമായ കാര്യങ്ങളിലേക്ക് പോകാൻ
അങ്ങേക്ക് കഴിയുന്നില്ല എന്നുകൂടി എൻ്റെ ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം അങ്ങിൽ നിന്നുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യെസ്. സർ, മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് RSS ഭീഷണിപ്പെടുത്തിയപ്പോൾ നമ്മുടെ കേരളീയ സമൂഹമാകെ എൻ്റെ പിന്നിൽ ഉറച്ചു നിന്നതായിട്ടാണ് എനിക്കുണ്ടായ അനുഭവം. ആ കാര്യത്തിൽ ആദ്യമായും കേരളീയ സമൂഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തണം. ഞാൻ മനസ്സിലാക്കിയത് രാഷ്ട്രീയമായി വ്യത്യസ്താഭിപ്രായമുള്ളവർ പോലും അന്ന് അവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് ഉത്കണ്ഠയോടെ TV-ക്ക് മുന്നിൽ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവരെക്കുറിച്ചുള്ള ചില മിഥ്യാബോധം കൂടി അതിന് കാരണമാണെങ്കിലും ഒരു കരുതലും സ്നേഹവും എന്നോടുള്ളത് കൂടി അതിനകത്തുണ്ട്. അത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് വരുമ്പോൾ അവരെ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സർ, അദ്ദേഹം ചോദിച്ച ബഹുമാനായ PC ജോർജ് ചോദിച്ച കാര്യം, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിൽ നമ്മളാരും സന്തോഷിക്കുന്നവരല്ല. കർക്കശമായ നടപടി ഏത് കൊലപാതകത്തിന് നേരെയും ഉണ്ടാകും. ഒരു കൊലയും നമുക്ക് ഈ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ കൊലപാതകത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ എല്ലാ ആളുകളും സന്നദ്ധമാകേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയമായ കൊലപാതകങ്ങളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിന് മുൻകൂട്ടി തന്നെ ആലോചിച്ച് ആളുകളെ ഒഴിവാക്കി നിർത്താനുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയ ആരംഭിക്കണം. സർ, ഇപ്പോൾ സമാധാന സംഭാഷണം നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ പറയുന്ന വലിയ തോതിൽ അക്രമങ്ങൾ നടത്തിയവരടക്കം നല്ല രീതിയിൽ സഹകരിക്കാമെന്ന വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഇവിടെ ബഹുമാനായ അംഗം പ്രതിപക്ഷം സഭയിൽ നിന്ന് പോയതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. സർ, അത് 1-2 കാരണങ്ങളാലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, RSSനെ വിമർശിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. അത്തരം ഉപചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം സഭ ബഹിഷ്കരിച്ച് പോകുന്നതിന് ഇടയായത്. അതോടൊപ്പം തന്നെ അടുത്തൊരു ചോദ്യമുണ്ട് സർ, അത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടതാണ്. അയ്യോ, തൊടാനേ പറ്റില്ല എന്ന മട്ടിൽ ഇറങ്ങിപ്പോയതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതുകൊണ്ടായിരിക്കും ഇറങ്ങാൻ ഇടയായത് എന്നാണ് തോന്നുന്നത്. ഒരു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ അങ്ങേക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ശ്രീ EP ജയരാജൻ. സർ, നമ്മുടെ സംസ്ഥാനത്ത് സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ എത്താം. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. അഴിമതി നടത്തുന്നതിന് അവസരമൊരുക്കി കൊടുത്ത ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിലെ തിരിമറിയാണ് ഈ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ അത്തരം തിരിമറി നടത്തുന്നതിനും ആ അഴിമതി നടത്തുന്നതിന് കൂട്ടുനിൽക്കുന്നവരുമായ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെക്കുറിച്ചെല്ലാം കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അതത് അവസരത്തിൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരെ മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതേത് തലത്തിലുള്ളവരായിരുന്നാലും, അവരെക്കുറിച്ച് കോടതിയുടെ മുൻപാകെ പരാതിപ്പെട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടുകയല്ലാതെ സർക്കാരിന് അവരുടെ മോശപ്പെട്ട പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായ നടപടി സ്വീകരിച്ച് അത്തരം ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനോ സർവീസിൽ നിന്ന് ഒഴിവാക്കാനോ കഴിയുന്ന ഒരു സംവിധാനം നിലവിലുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവപൂർവ്വം ആലോചിക്കുന്നു. സർ, ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം എപ്പോഴും സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ ഇടപെടൽ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും ശരിവെക്കാനാവില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഗൗരവമായ നടപടി തന്നെ സർക്കാർ സ്വീകരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ.